ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു സ്കാലപ്പ് ദുപ്പട്ട ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ സ്കാലപ്പ് ദുപ്പട്ട ചെയ്തിട്ടുണ്ട്, പക്ഷേ അതെല്ലാം മെഷീൻ സ്കാലപ്പ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹാൻഡ് വർക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു ദുപ്പട്ടയാണ് ഈ ഒരു സ്കാലപ്പ് ദുപ്പട്ട. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സ്കാലപ്പിൻ്റെ ഹാൻഡ് വർക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2.25 മീറ്റർ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗോൾഡൻ കളറ് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഗോൾഡൻ കളറായിരുന്നു. പിന്നെ ഈ ഒരു കളറ് സീക്വൻസ് വേണം, ഫ്ലാറ്റ് സീക്വൻസ് ആണ്. പിന്നെ സെറി ത്രെഡ് വേണം. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ സെറി ത്രെഡാണ് കേട്ടോ. ഇതായിരുന്നു ആ ഒരു ബ്രാൻഡിൻ്റെ പേര് വരുന്നത്. പിന്നെ ഈ ഒരു അയൺ നീഡിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് വേണം. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളുടെ മെറ്റീരിയലിൽ ആ ഒരു സ്കാലപ്പ് ഡിസൈന് വരച്ചെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസിൽ ഇങ്ങനെ സ്കാലപ്പിൻ്റെ ആ ഒരു പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും, പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽ ട്രേസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ട്രേസിങ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ട്രേസിങ് പേപ്പർ അറിയാമല്ലോ എങ്ങനെ ട്രേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ഒരു ട്രേസിങ് പേപ്പറിൻ്റെ മുകളിലായിട്ട് ഇതാ ഇവിടെയാണ് മെറ്റീരിയൽ വെക്കേണ്ടതിൻ്റെ മേലെയായിട്ട് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ പാറ്റേൺ ട്രേസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യണതുകൊണ്ടാണ്, ഇങ്ങനെ ഈ ഒരു ക്ലോത്തിൽ വെച്ച് ചെയ്യണതുകൊണ്ടാണ് താഴെ ഒരു ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ട്രേസ് ചെയ്ത് എങ്ങനെയാണോ ട്രേസ് ചെയ്യുന്നത് അതുപോലെ ട്രേസ് ചെയ്തെടുക്കുക. ഇത് ഞാൻ ഓൾറെഡി ഈ ഒരു മെറ്റീരിയൽ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ട്രേസ് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഞാനിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ, ഇങ്ങനെയാണ് ട്രേസ് ചെയ്തതെന്നുള്ളത്. ഇതുപോലെ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ വരച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ 2.25 മീറ്റർ ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു 2.25 മീറ്റർ ലെങ്ത്തിൽ ഞാൻ ഈ ഒരു പാറ്റേൺ ട്രേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മളൊരു ആദ്യം നമ്മൾ ഒരു ലൈന് വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് പാറ്റേൺ ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു ദുപ്പട്ടയിൽ 1 സൈഡാണ് സ്കാലപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പാറ്റേൺ ട്രേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ റിങ്ങിൽ വെച്ച് കൊടുക്കണം മെറ്റീരിയൽ. ഞാൻ ആരി സ്റ്റാൻഡിലാണ് വെച്ചിട്ടുള്ളത്. റിങ്ങിൽ മെറ്റീരിയൽ വെച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് ആരി സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ സെറി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളുടെ ആരി സ്റ്റിച്ചിൽ ബേസിക് സ്റ്റിച്ച് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻഡ് നോട്ട് ഇടണം. അപ്പോൾ ആരി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയുണ്ടാവും ഈ ഒരു എൻഡ് നോട്ട് എന്താണെന്നുള്ളത്. അതായത് ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക, അതാണ്. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് അവിടെ എൻഡ് നോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻഡ് നോട്ട് ചെയ്യാറ്. പിന്നെ ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു പാറ്റേണിലൂടെ. സത്യം പറഞ്ഞാൽ ഈ ഒരു ആരി വർക്കൊക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു എംബ്രോയ്ഡറിയാണ് ഈ ഒരു ആരി എംബ്രോയ്ഡറി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അടുത്ത കാലത്തെ ഈ ഒരു ആരി സ്റ്റിച്ച് പഠിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഞാനത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു, കഴിയുമോ എന്നൊക്കെ. പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളെ സൂചിയും നൂലും വെച്ച് കാണി മറ്റേ നോർമൽ എംബ്രോയ്ഡറിനേക്കാളും ഈസി ആയിട്ട് ഈ ഒരു ആരി എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പഠിച്ച് നോക്കണം താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും പഠിച്ച് നോക്കുക കേട്ടോ. എന്തായാലും ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ കോർണറിലൊക്കെ എത്തുമ്പോൾ ഷോർട്ട് സ്റ്റിച്ച് ഇട്ടിട്ട് വേണം ചെയ്യാൻ, എന്നാലേ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. എന്തായാലും ഇവിടെ പിന്നെ ആ ലോക്ക് സ്റ്റിച്ചാണ് കൊടുത്തത്. ഞാനിനി നെക്സ്റ്റ് ഈ ഒരു കട്ട് ബീഡ് വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ നീഡിലിൽ കുറച്ച് കട്ട് ബീഡ് ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടതുപോലെ തന്നെ ഈ ഒരു കട്ട് ബീഡ് ഇട്ട് കൊടുക്കണം.
പിന്നെ ഇതുപോലെ കട്ട് ബീഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ച് കൊടുക്കുമ്പോഴും ഓരോ ബീഡ് ആഡ് ചെയ്തിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി. കാരണം ഒരുപാട് ബീഡ് ഒന്നിച്ചിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടൂല. ഞാൻ ഇടയ്ക്ക് 2 ബീഡൊക്കെ ആഡ് ചെയ്ത് കണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ലത് ഒറ്റ ബീഡ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആരി വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെയും സ്പീഡ് കൂടി വരിക. അപ്പോൾ മാക്സിമം വർക്കൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആ ഒരു കയ്യിന് എയിം കിട്ടും. പിന്നെ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സ്ലോ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളുടെ ആ ഒരു സ്പീഡ് കൂടി വരിക. ഇത് ഞാനും ഇപ്പോൾ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്, അത്ര വലിയ സ്പീഡൊന്നുമില്ല. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കുറച്ച് സ്പീഡാക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലെ കോർണറിലൊക്കെ എത്തുമ്പോൾ ചെറിയൊരു ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് ബീഡ് ആഡ് ചെയ്യാൻ. എന്നാലേ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹാൻഡ് വർക്ക്ഡ് ഐറ്റംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. സ്ലീവിലോ അല്ലെങ്കിൽ ദുപ്പട്ടയിലോ നെക്കിലോ എന്ത് വേണമെങ്കിലും ഹാൻഡ് വർക്ക് ആയിട്ടുള്ളത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അയച്ചു തന്നാലും മതി, ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ആഡ് ചെയ്യാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. ഇനി ഞാനിവിടെ ഈ ഒരു കോർണറിലുള്ള ഡിസൈൻ ഇട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ എൻ്റെ നോട്ട് ഇട്ട് തുടങ്ങുക. എന്നിട്ട് ആദ്യം 2 ഷുഗർ ബീഡ്സ് ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു സീക്വൻസ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു 3 ഇതായിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ അവിടെ എൻ്റെ നോട്ട് ഇട്ടിട്ട് പിന്നെ നെക്സ്റ്റ് ചെയിൻ എടുത്തിട്ട് ഇതുപോലെ 2 ഷുഗർ ബീഡും പിന്നെ ഒരു സീക്വൻസ് ആഡ് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ ഒരു എൻ്റെ നോട്ട് ഇട്ടിട്ട് പിന്നെ നമ്മൾ ആ ഒരു മൂന്നാമത്തതും കൂടി ഇതുപോലെ ചെയ്യുക. എൻ്റെ നോട്ടൊക്കെ നമുക്ക് ആദ്യം ചെയ്തെടുക്കാൻ ഭയങ്കര പണിയായിരിക്കും. പിന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ കോർണറിലും അതുപോലെ തന്നെ ആ ഒരു സ്കാലപ്പിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ഫ്ലവർ ഡിസൈന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ആയി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആരി സ്റ്റാൻഡിലായതുകൊണ്ട് നമ്മളൊരു 5-6 വട്ടം ഇങ്ങനെ മാറ്റി മാറ്റി റിങ്ങിൽ മാറ്റി മാറ്റി ചെയ്യേണ്ടി വരും. ആരിക്കോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ ബാക്കി പാർട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യല്ല, ഞാനിവിടെ സോൾഡറിങ് അയൺ വെച്ചിട്ട് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് ഉരുക്കിയെടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നല്ലോണം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ക്ലോത്ത് ഇങ്ങനെ ഉരുക്കിയെടുക്കുക. ആ ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ അരികിലൂടെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ താഴെ എന്തെങ്കിലും ഒരു ഷീറ്റോ അല്ലെങ്കിൽ മെൽറ്റായി പോകാത്ത എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ വുഡൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കുക. നമ്മളുടെ വുഡൻ്റെ കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ടും ചെയ്യുക. പിന്നെ നമ്മളുടെ ത്രെഡിലോട്ട് കയറാതെ വേണം ചെയ്യാനായിട്ട്. കാരണം ആ ഒരു ത്രെഡ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റിച്ചെല്ലാം അഴിഞ്ഞു പോരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ദുപ്പട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് ചെയ്യാനായിട്ട്, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും. ബൈ, താങ്ക് യു.